നമ്മൾ പറയാൻ പോകുന്നത് ഡെയിലി പ്രോസസ് ഫോർ റെസ്റ്റോറന്റ് ഇൻചാർജ്. റെസ്റ്റോറന്റ് ഇൻചാർജിന്റെ ഒരു ദിവസത്തെ പ്രോസസ്സുകളാണ്, അവരുടെ വർക്ക് പ്രോസസ്സുകളാണ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 6 മണിക്കാണ് നമ്മുടെ ഇൻചാർജ് ജോയിൻ ചെയ്യേണ്ടത്. ജോയിൻ ചെയ്യുന്ന സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് അവരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത്. മോർണിംഗ് ഷിഫ്റ്റിൽ ഓപ്പണിംഗ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്പറേഷൻസിൽ നമുക്ക് ഉണ്ടാവുക 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഡ്യൂട്ടീസ് ആയിട്ട് വരിക. Arrive and inspect the restaurant for the cleanness, organization and readiness. വരിക, അവരുടെ റെസ്റ്റോറന്റ് മുഴുവനായിട്ട് ക്ലീൻ ആണോ എന്നും അത് ഓർഗനൈസ്ഡ് ആണ് എന്നും റെഡി ആണ് എല്ലാ സംഗതികൾക്കും എന്നും ഉറപ്പ് വരുത്തുക. അവിടെയുള്ള സ്റ്റാഫുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ ഏരിയകൾ ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റിൽ ക്ലോസ് ചെയ്ത് പോകുമ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടാണ് പോവുക. അപ്പൊ ഒന്ന് അറേഞ്ച്മെന്റ് ചെയ്യുക, ആളുകൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച്മെന്റും സംഗതികളും ചെയ്യാം. ദെൻ എല്ലാ ആവശ്യമുള്ള എക്യുപ്മെന്റ്സും ഓൺ ചെയ്യുക. കിച്ചൺ അപ്ലയൻസസ്, ലൈറ്റ്, വെന്റിലേഷൻസ്, വെന്റിലേറ്റർ ഒക്കെ ഇട്ടോ ജസ്റ്റ് ഒന്ന് അതിനുള്ളിലുള്ള കെട്ടി നിൽക്കുന്ന വായു ഇതൊക്കെ എല്ലാം പുറത്തേക്ക് കളഞ്ഞ് ജസ്റ്റ് ക്ലോസ് ചെയ്ത് പോകുന്നതല്ലേ, അപ്പൊ ആ കാര്യങ്ങൾ ചെയ്യുക. ചെക്ക് ഡൈനിങ് ഏരിയ സെറ്റപ്പ്, എൻഷുർ എവറിത്തിങ് ഇൻ ഓർഡർ. ഇപ്പൊ ഡൈനിങ് ഏരിയയിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ ചെയറൊക്കെ മുകളിലേക്കും അല്ലെങ്കിൽ താഴേക്കൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ടാവും, അതെല്ലാം നീറ്റാണ്, ക്ലീൻ ആണ് എന്ന് എല്ലാം ഓർഡറിലാണെന്ന് അറേഞ്ച് ചെയ്യുക. വെരിഫൈ അവൈലബിലിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് ആൻഡ് സപ്ലൈസ് ഓഫ് ദ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള എല്ലാ സപ്ലൈസും റെഡിയാണ്. അതിന്റെ പ്ലേറ്റ്, ഗ്ലാസ്, ബാക്കിയുള്ള സംഗതികൾ, ബൗൾസ് ഇതെല്ലാം റെഡിയാണെന്ന് ഉറപ്പുവരുത്തുക. ചായ ഉണ്ടെങ്കിൽ ചായക്കാരൻ റെഡിയാണ്. ഇതെല്ലാം ഉറപ്പുവരുത്തുക. അയാൾക്ക് വേണ്ട സപ്ലൈസും സംഗതികളൊക്കെ ഉണ്ട്. ഇന്ന് പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തേക്കുള്ള എല്ലാ സംഗതികളും റെഡി ആൻഡ് അവൈലബിൾ ആണ് എന്ന് ഉറപ്പുവരുത്തുക. വന്ന സമയം 6 മണി മുതൽ 6:30 വരെ പുള്ളി ചെയ്യേണ്ട വർക്കുകൾ ഇതൊക്കെയാണ്. ജസ്റ്റ് ഒരു ചാർട്ടാണ് ഇത്, റെസ്റ്റോറന്റ് ഫുഡ് ഓർഡറിംഗ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഒരു കസ്റ്റമർ വന്നു എന്ന് വിചാരിക്കുക. കസ്റ്റമർ വന്നു, ഒരു പിന്നെ എന്താ പറയാ, വുഡ് ദേ ലൈക്ക് ടു ഹിയർ അബൌട്ട് ഡെയിലി സ്പെഷ്യൽ, അതായത് ഇന്നത്തെ സ്പെഷ്യലിനെ കുറിച്ച് അവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയുകയാണെങ്കിൽ, സാറേ ഇന്നത്തെ സ്പെഷ്യലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ് നമുക്കുള്ളത്, ഇന്നത്തെ സ്പെഷ്യലിനെ കുറിച്ച് പറയാം. ഇനി വേണ്ട അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെന്താണോ ഓർഡർ ചെയ്യുന്നത് അത് അവൈലബിൾ ആണെങ്കിൽ അത് കൊടുക്കുക. അവർക്ക് റിപ്പീറ്റ് ഓർഡർ ചെയ്യേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അതെല്ലാം റിപ്പീറ്റ് ദെയർ ഓർഡർ എടുക്കുക. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കുക, അവർക്ക് വേണ്ട ചേഞ്ചസ് അതിൽ വരുത്തുക. എന്നിട്ട് ഇനിയിപ്പോ അയാൾ പറയാണ് ആ നേരത്തെ തന്ന ഓർഡറിൽ വീണ്ടും ചേഞ്ചസ് വരുത്തണം എന്ന് പറയുകയാണെങ്കിൽ അതും കിച്ചണിലേക്ക് ഇൻഫോം ചെയ്യുക, മാറ്റുക, സെർവ് ദ ഓർഡർ. ഓക്കെ. എന്നിട്ട് അവരുടെ ഏകദേശം എത്ര സമയമാവും ടീ അല്ലെങ്കിൽ നമ്മള് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, സാർ ഒരു വെയിറ്റ് ഫോർ 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ റെഡി ആണെങ്കിൽ റെഡി ഇപ്പൊ തന്നെ തരാമെന്നുള്ള രീതിയിൽ അവർക്ക് ടൈം പറയാം. അപ്പൊ അറ്റ്ലീസ്റ്റ് അവരുടെ വെയിറ്റിംഗ് ടൈം എന്താന്ന് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. 6:30 മുതൽ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടാണ്, ഒരു ഓർഡർ എടുത്ത് അവർക്ക് എങ്ങനെ സാധനം എത്തിക്കും എന്നുള്ളതിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. 6:30 രാവിലെ 6:30 വന്നാൽ സ്റ്റാഫ് ബ്രീഫിംഗ് ആണ്. ആരൊക്കെയാണ് ഇന്ന് വർക്ക് ചെയ്യാനുള്ളത് അവരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോ ഒന്ന് സെർവിങ്ങിൽ ആരൊക്കെയാണുള്ളത് നോക്കുക, അവർക്ക് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് കിച്ചണിലുള്ളത്, കിച്ചൺ സ്റ്റാഫ് ആരൊക്കെയാണ്, ക്ലീനിങ് സ്റ്റാഫ് ആരൊക്കെയാണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവർക്ക് കൃത്യമായ അലോക്കേറ്റ് ചെയ്യുക, ഇന്ന പരിപാടികളാണെന്നുള്ള റോൾസ് അവർക്ക് അലോക്കേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് പ്രൊഡക്റ്റാണ് നമുക്ക് ഇന്നുള്ളത്, ഏതൊക്കെയാണ് എത്തിയിട്ടുള്ളത്, എന്തൊക്കെയാണ് സെർവ് ചെയ്യേണ്ടത്, ഇതെല്ലാം കൃത്യമായ ധാരണ ഓരോരുത്തർക്കും ഉണ്ടാക്കി കൊടുക്കണം. ഡിസ്കസ് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ഓർ പ്രൊമോഷൻസ്. എന്തെങ്കിലും സ്പെഷ്യൽ സംഗതികൾ, നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയ സംഗതികൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെഫിനോട് ചോദിച്ചിട്ട് ആ സാധനം എത്ര ഉണ്ട്, ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, എത്ര പേര് കഴിക്കാനുണ്ടാവും, ഓക്കെ, ഓൾമോസ്റ്റ് ആ സംഗതികളൊക്കെ കൃത്യമായിട്ട് ഓർഡർ എടുക്കുന്ന ആളുകൾക്കും കിച്ചൺ സ്റ്റാഫ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടൊക്കെ പിന്നെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ. 7 മണി മുതൽ 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്പറേഷൻ ടൈമാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓവർസീ ദ ബ്രേക്ക്ഫാസ്റ്റ്, മോണിറ്റർ ഫുഡ് ക്വാളിറ്റി, ഭക്ഷണത്തിന്റെ ക്വാളിറ്റി, ടൈംലി ഡെലിവറി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു കസ്റ്റമറിനും ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് അല്ലെങ്കിൽ വൃത്തിയായിട്ട് അവരുടെ ഒരു എന്താ പറയാ പ്രസന്റേഷൻ വൃത്തിയില്ലാതെ അല്ലെങ്കിൽ കൃത്യ ടൈമിൽ അങ്ങനെ കാത്തിരുന്ന് കുറെ നേരം വൈകി കിട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ള അവരോട് കൃത്യമായിട്ട് പറയാം. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അഡ്രസ് ദ കസ്റ്റമർ കൺസേൺ ഓർ സ്പെസിഫിക് റിക്വസ്റ്റ് പ്രോംപ്റ്റ്ലി. ഇപ്പോൾ ഒരു കസ്റ്റമറിന് എന്തെങ്കിലും കൺസേൺസ് ഉണ്ട്, എന്തെങ്കിലും കംപ്ലൈന്റ് അല്ലെങ്കിൽ കംപ്ലൈന്റും അല്ല ഇതിങ്ങനെയല്ല ഇതിങ്ങനെയാണ് വേണ്ടത് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഈ ത്രൂ ഔട്ട് സമയത്തും ശ്രദ്ധിക്കുക. എൻഷുർ ഹൈജീൻ, കൃത്യമായ ക്ലീനിങ് പാലിക്കുക.
ക്ലീൻ ആയിട്ടുണ്ട്, നമ്മുടെ ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഏരിയ, നമ്മുടെ ഡൈനിങ് ഏരിയകൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അതേപോലെ തന്നെ ഈ ഫുഡ് ഡെലിവറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് പിന്നെ സെർവ് ചെയ്യുമ്പോഴൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. കണ്ടക്ട് ക്വിക്ക് ഇൻവെന്ററി ചെക്ക് ഫോർ ദ മോണിറ്ററിംഗ് സപ്ലൈസ് ആൻഡ് നോട്ട് എനി ഷോർട്ടേജസ്. എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ട് എന്ന് അറിയാം. അപ്പോ ഒരു ചിലപ്പോൾ പെട്ടെന്ന് ചില സാധനങ്ങൾ മാത്രം ഓർഡർ പോവുകയാണെങ്കിൽ അതിൽ ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ട്. ഷോർട്ടേജ് എന്തൊക്കെയെന്ന് നോട്ട് ചെയ്യുകയും അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുകയും ചെയ്യുക. നമ്മൾ ഓർഡർ ചെയ്യാനാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ ഇത് വരുത്തൽ, ഇപ്പൊ സ്റ്റോറിലുണ്ടെങ്കിൽ ആ സ്റ്റോറിലേക്ക് ഇൻഫോം ചെയ്യുകയും ചെയ്യുക. മിഡ് മോർണിംഗ് ആൻഡ് ലഞ്ച് പ്രിപ്പറേഷൻ. ഇപ്പോൾ 10:30 ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം കഴിഞ്ഞു 11 മണി വരെ. എൻഷുർ ബ്രേക്ക്ഫാസ്റ്റ് ക്ലീൻ അപ്പ് ആൻഡ് ഡൺ പ്രോപ്പർലി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാ ഏരിയയും ക്ലീൻ ആൻഡ് നീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. റെക്കോർഡ് മോർണിംഗ് റവന്യൂ ആൻഡ് സെയിൽസ്. ഇപ്പോൾ മോർണിംഗിലെ ഒരു 10:30 ആവുന്നതോട് കൂടിയിട്ട് മോർണിംഗിലെ ആ സെയിൽസ് റിപ്പോർട്ട് ജസ്റ്റ് നമ്മുടെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുക. എക്സിക്യൂഷൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലേക്ക് ഇടുക. കണ്ടക്ട് ദ ക്വിക്ക് ഫീഡ്ബാക്ക് സെഷൻ ഫ്രം വിത്ത് ദ സ്റ്റാഫ് അബൌട്ട് ദ ബ്രേക്ക്ഫാസ്റ്റ് സർവീസ്. ബ്രേക്ക്ഫാസ്റ്റ് സർവീസിൽ എന്തെങ്കിലും പിന്നെ ഫീഡ്ബാക്കുകൾ നമ്മുടെ സ്റ്റാഫുകളിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇന്ന സംഗതികൾ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, അതെങ്ങനെ ഉണ്ട് എന്നുള്ള സംഗതികളൊക്കെ സ്റ്റാഫുകളോട് കൃത്യമായി ചോദിക്കാം. ദെൻ 11 മണി മുതൽ 12 മണി വരെ ലഞ്ച് സെറ്റപ്പ് ചെയ്യാൻ സമയമാണ്. എൻഷുർ കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയാസ് ആർ റീസ്റ്റോക്ഡ് ആൻഡ് റെഡി ഫോർ ലഞ്ച്. അതായത് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളെ പിന്നെ എന്താ പറയാ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള സംഗതികളൊക്കെ റെഡിയാണെന്ന് ഉറപ്പുവരുത്തുക. സെർവ് ചെയ്യാൻ റെഡിയാണെന്ന് ഉറപ്പുവരുത്തുക. 11 മണി മുതൽ 12 മണി ആകുമ്പോഴേക്കും ഈ സംഗതികൾ നിക്കാലയിൽ റെഡി ആയിരിക്കണം. കോർഡിനേറ്റ് വിത്ത് ദ ഷെഫ് ആൻഡ് പ്രിപ്പയർ ദ ലഞ്ച് മെനു. ലഞ്ച് മെനു ഓൾറെഡി നമുക്ക് ഉള്ളതാണ്, അത് കൃത്യമായിട്ട് നമുക്ക് മുൻകൂട്ടിയിട്ട് ഷെഫ് തരും, അല്ലെങ്കിൽ ഷെഫിനോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് കൃത്യമായിട്ട് സെർവ് ചെയ്യുന്ന ആൾക്കാരോടും എല്ലാവരോടും അറേഞ്ച് ചെയ്യുന്ന ഇന്ന സംഗതികളാണ് നമുക്ക് എന്നുള്ളത്. സോ ആളുകളുടെ മനസ്സറിഞ്ഞ് അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. കൺഫർമേഷൻ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതങ്ങനെ, അല്ലെങ്കിൽ ഗസ്റ്റ് അറേഞ്ച്മെന്റ്, സ്പെഷ്യൽ എന്തെങ്കിലും ഗസ്റ്റ് അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ ഫാമിലീസിനോ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെ ഓൺഗോയിങ്ങിൽ പെട്ടെന്ന് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്യാം. ഇതിന്റെ കൂടെ നമുക്ക് എന്തുണ്ടാവും, ടേക്ക് അവേസ് ഉണ്ടാവും, പിന്നെ ഡെലിവറീസ് ഉണ്ടാവും. ഇതെല്ലാം ഈ ഒരു സമയത്ത് തന്നെ നിശ്ചിത ആളുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു പിന്നെ ടേക്ക് അവേ വരികയാണെങ്കിൽ ഇന്ന് ആരാണ് എടുക്കേണ്ടത്, ഓക്കെ, അയാളുടെ സ്പീഡ് എങ്ങനെയാണ് അയാൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓരോ ദിവസവും അങ്ങനത്തെ ഡെലിവറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരാളെ അതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യുകയും അയാൾ കൃത്യമായിട്ട് ആ സംഗതി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ലഞ്ച് ഓപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ടത് 12 മണി മുതൽ 3 മണി വരെയാണ് ലഞ്ച് സർവീസ് ടൈം. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് സർവീസ്, അതായത് ഒന്ന് കസ്റ്റമറുടെ സീറ്റിംഗ് സ്മൂത്ത് എഫിഷ്യന്റ് സർവീസ് ഇത് കിട്ടുന്നുണ്ടോ ഉറപ്പുവരുത്തുക. മോട്ടർ ഫുഡ് പ്രിപ്പറേഷൻ ആൻഡ് ഡെലിവറി മെയിൻറ്റെയിൻ ക്വാളിറ്റി. അതായത് ഉണ്ടാക്കിയിട്ട് നിക്കാലയിൽ എത്തിക്കുന്നതും അതിന്റെ പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പേഴ്സണലി ഹാൻഡിൽ എനി കസ്റ്റമർ കംപ്ലൈൻറ്റ്സ്. എന്തെങ്കിലും കസ്റ്റമർ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പേഴ്സണലി ഹാൻഡിൽ ചെയ്യുക. സ്പെഷ്യൽ റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ അവർക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. സൂപ്പർവൈസ് ക്ലീൻനെസ് ആണ് വളരെ പ്രാധാന്യമുള്ളത്. കാരണം നമ്മൾ ഫുഡ് അല്ലെങ്കിൽ വളരെ നീറ്റ് ആയിട്ടാണ് സംഗതികൾ കൈകാര്യം ചെയ്യേണ്ടത്. ഈവൻ കിച്ചൺ, ബാക്ക് യാർഡ് പ്ലസ് നമ്മളുടെ എല്ലാ ഏരിയയും, ബാത്റൂം, വാഷ് ഏരിയ, ഇതെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം ഇരിക്കാൻ എല്ലായ്പ്പോഴും. അതിന് നമുക്ക് ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫ് ഒന്ന് ലീവ് ആണെങ്കിൽ ആരെങ്കിലും അഡീഷണൽ അറേഞ്ച് ചെയ്തിട്ട് ആ പരിപാടികൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. കീപ് ട്രാക്ക് ഓഫ് ദ സ്റ്റാഫ് പെർഫോമൻസ് ആൻഡ് പ്രൊവൈഡ് റിയൽ ടൈം ഗൈഡൻസ്. അതായത് നമുക്ക് എല്ലാ സ്റ്റാഫുകൾക്കും കൃത്യമായ ഗൈഡൻസ് കൊടുക്കുക, അവരെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, അവരെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവും, അപ്പൊ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ആഫ്റ്റർനൂൺ ആൻഡ് റാപ്പ് റിപ്പോർട്ടിംഗ്. അതായത് 3 മണി മുതൽ 4 മണി വരെ ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയാണ്. കണ്ടക്ട് ദ ബ്രീഫ് വിത്ത് സ്റ്റാഫുകളോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുക. ലാസ്റ്റ് നമ്മളുടെ ഈ ലഞ്ച് സെഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഓരോരുത്തർ ഇപ്പൊ നന്നായിട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ വളരെ അവരെ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചലഞ്ചസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഏരിയകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയ ഏതാണെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യുക. ഓവർസീ ദ ക്ലീനിങ് ആൻഡ് റീസെറ്റിംഗ് ഫോർ ഡിന്നർ ഏരിയ, ഡൈനിങ് ഏരിയ ഫോർ ഡിന്നർ. അതായത് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഡൈനിങ് ഏരിയ സെറ്റ് ആക്കുക. അതേപോലെ തന്നെ ഡിന്നറിന് വേണ്ടി മാത്രമല്ല, നമുക്കൊരു നമ്മളുടെ ഏരിയയിൽ എന്ത് ചെയ്യും, ഈ ഈവനിങ് സ്നാക്സ് കൂടി
ഉൾപ്പെടും. അപ്പൊ ആ സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാം റെഡിയാക്കി ഇട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താം. 4 മണി മുതൽ 5 മണി വരെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ഉണ്ടാവുക. പ്രിപ്പയർ ദ റിവ്യൂ. അന്ന് 5 മണി വരെയുള്ള സെയിൽ റിപ്പോർട്ട്, എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്തിട്ട് നമ്മളുടെ എക്സിക്യൂഷൻ ഗ്രൂപ്പിലേക്ക് ഇടാം. അല്ലെങ്കിൽ അത് ഇന്റേണലി നിങ്ങൾ സെയിൽ ചെയ്യുന്നതിൽ ഇടാം. പക്ഷെ അതിന്റെ ഒരു ക്യാഷ് ഫ്ലോ അപ്ഡേറ്റ്, ഫൈനൽ റെക്കോർഡ് എന്ത് ചെയ്യണം, ഒരു 5 മണിയാകുമ്പോഴേക്കും നമ്മളുടെ എക്സിക്യൂഷൻ ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇടണം. പ്ലേസ് ഓർഡർ, അതായത് ലോ സ്റ്റോക്ക് ഉള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. പിന്നെ അപ്പോഴേക്കും മാനേജർ എത്തിയിട്ടുണ്ടാവും. റെസ്റ്റോറന്റ് മാനേജറിനെ എന്ത് ചെയ്യുക, അവരെ ക്വിക്ക് റിപ്പോർട്ട് ഒന്ന് കൊടുക്കുക. ഓക്കെ, റെസ്റ്റോറന്റ് ഓണർക്കോ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് മാനേജർ, വൈദ്യുവേ റെസ്റ്റോറന്റ് മാനേജറിന് അത് ഏൽപ്പിക്കാം. ക്ലോസിംഗ് പ്രിപ്പറേഷൻ 5 മണി മുതൽ 6 മണി വരെ ഹാൻഡ് ഓവർ, അതായത് ഇതുവരെയുള്ള സംഗതികളിൽ എന്തെങ്കിലും ഹാൻഡ് ഓവർ കൊടുക്കുകയാണെങ്കിൽ അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ കൊടുക്കുക. ദെൻ ഇപ്പോഴുള്ള കറണ്ട് ഇൻവെന്ററി ലെവൽ എന്തൊക്കെയാണ്, ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്, പെൻഡിങ് റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടോ, പെൻഡിങ് കൊടുക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും ഡെലിവറി ചെയ്യേണ്ടതായിട്ടുള്ള സംഗതികളുണ്ടോ, ഓർഡേഴ്സ് ഉണ്ടോ, അതൊക്കെ കൊടുക്കുക. അതൊക്കെ ഹാൻഡ് ഓവർ കൊടുക്കുക. ഒബ്സർവേഷൻ ആൻഡ് അപ്ഡേറ്റ് ഫ്രം ദ മോർണിംഗ് ആൻഡ് ലഞ്ച് ഓപ്പറേഷൻ, മോർണിംഗിലെയും ലഞ്ച് ഓപ്പറേഷൻസിന്റെയും സംഗതികളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ ടോട്ടൽ അതുവരെയുള്ള സെയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ എക്സിക്യൂഷൻ ഗ്രൂപ്പിലേക്ക് സൈൻ ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇടുക. എൻഷുർ ദ ഡൈനിങ് ഏരിയ ഇസ് റീസെറ്റ് ഫോർ റെഡി ഫോർ ഈവനിങ് സർവീസ്. ഈവനിങ് സർവീസിന് നമ്മളുടെ ഏരിയ റെഡിയാണ് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക.